ഋതികേ, നീ എന്താ ഇവിടെ? ശ്രീ, നിങ്ങളൊക്കെ എന്താ ഇവിടെ? ഏട്ടനാ വീട് വാങ്ങിയേ. രാജു ഏട്ടനാ ഈ വീട് വാങ്ങിയെന്ന്. ചേട്ടൻ മര്യാദയ്ക്ക് ശ്രദ്ധിച്ച് ആ കാറിന്റെ പിന്നാലെ പോ പ്ലീസ്. പെട്ടെന്ന് ചെയ്യേ. വളരെ വൃത്തിയായിട്ട് തുടച്ചോണം. നിന്റെ ഉടായ്പ ക്ലീനിക് ഒന്നും ഇവിടെ വേണ്ട. ഈ വീട് മൊത്തം വൃത്തിയാക്കണം. എന്നിട്ട് എല്ലാ ടോയ്ലറ്റും നീ കഴുകണം. നടുമേലെന്നെങ്ങാനും നീ പറഞ്ഞോ, നിന്റെ നടുവിലിട്ട് ഞാൻ ഇടിക്കും. ചെയ്യടി വേഗം. ഇവൾക്കിനി എന്നെ മനസ്സിലായോ? ചെയ്യടി വേഗം. എന്റെ ദൈവമേ, ഒരാപത്തും ഉണ്ടാക്കല്ലേ. എത്രയായി? 200 രൂപ. മാഡം, ജ്യൂസ്. ആ ദേ, നീ എവിടെ നിന്നേ? ഇവിടെ വാ. ഇതെന്താ? സോറി മാഡം. വൃത്തിയും വെടുപ്പും ഇല്ലാതെ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് നീ എന്നെ ഇംഗ്ലീഷ് പറഞ്ഞ് പേടിപ്പിക്കുന്നോ? പോയി വേറെ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുപാടി. ദേ, പൊടിയും എടുത്തു കളഞ്ഞിട്ട് ഈ ജ്യൂസ് തന്നെ വീണ്ടും കൊണ്ടുവന്ന് എന്നെ പറ്റിക്കാൻ നോക്കിയാ നീ ഇവിടെന്നല്ല ഒരു വീട്ടിലും ജോലിക്ക് നിൽക്കില്ല. മനസ്സിലായോടി? എന്റെ ഡ്രസ്സെല്ലാം മുറിയിൽ അലക്കാൻ ഇട്ടിട്ടുണ്ട്. ശരി മാഡം. രാവിലെ നീ ജയേട്ടന്റെ ഷർട്ട് അയൺ ചെയ്തപ്പോഴേ ഒരു ബട്ടൺ പൊട്ടിയിട്ടുണ്ട്. ജയേട്ടന്റെ മുമ്പിലെങ്ങ് നീ ചെന്ന് പെടണ്ട. ജയേട്ടന്റെ സ്വഭാവം നിനക്കറിയില്ല.
മോളെ ഇവര് ശരിയല്ലെങ്കിൽ രാജുവിനോട് പറഞ്ഞ് നമുക്ക് വേറെ സർവന്റിനെ വെക്കാം. ഒരാഴ്ച സമയം കൊടുത്ത് നോക്കാം അമ്മേ. വയ്ക്കോ. ഋതികേ, നീ എന്താ ഇവിടെ? ശ്രീ, നിങ്ങളൊക്കെ എന്താ ഇവിടെ? ഏട്ടനാ വീട് വാങ്ങിയേ. രാജു ഏട്ടനാ ഈ വീട് വാങ്ങിയെന്ന്. നിന്നെ ഇവിടെ ആരും കാണണ്ട, നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. അയ്യോ വേണ്ട ശ്രീ, ഞാൻ അച്ഛൻ കാണാതെ വന്ന്. നീ ഇങ്ങോട്ട് വന്നേ, വാ. ശ്രീ, രാജു ഇത്രയും നാള് എവിടെയായിരുന്നു? വർമ്മ സാറ് രാജുവേട്ടനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ട ശേഷം രാജുവേട്ടൻ നേരെ പോയത് ലണ്ടനിലേക്കാ. അവിടെ ഏതോ ഒരു കമ്പനിയില് ജോലി കിട്ടിയെന്നാ ആദ്യം ഞങ്ങളെ അറിയിച്ചത്. പക്ഷെ പിന്നീട് രാജുവേട്ടൻ അവിടെ സ്വന്തമായി ഒരു ഡിസൈനിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ആ കമ്പനി വളർന്ന് വലിയ നിലയിലുമായി. അതൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. രാജുവേട്ടൻ ഇപ്പോൾ നാട്ടിൽ വന്നപ്പോഴാ അതൊക്കെ ഞങ്ങളോട് പറഞ്ഞത്. വീട്ടാവശ്യത്തിനുള്ള കാശൊക്കെ രാജുവേട്ടൻ ഞങ്ങൾക്ക് അയച്ചു തരുമായിരുന്നു. മറ്റു കാര്യങ്ങളൊന്നും ഞങ്ങളെ അറിയിച്ചില്ല. രാജു പോയിട്ട് ഒരു ദിവസം പോലും എന്നെ വിളിച്ചില്ല. രാജുവിന്റെ വിവരങ്ങൾ അറിയാൻ ഞാൻ നിങ്ങളുടെ പഴയ വീട്ടിൽ വന്നിരുന്നു. അപ്പോഴേക്കും നിങ്ങൾ അവിടുന്ന് താമസം മാറി. ഇടയ്ക്ക് നിന്നെ ഒന്ന് കാണുമെന്ന് എനിക്കും തോന്നി. പക്ഷെ അമ്മയോ ചേച്ചിയോ അറിഞ്ഞോ എന്നെ പിന്നെ ജീവനോട് വെച്ചേക്കില്ല. രാജു നാട്ടില് വന്നിട്ട് പോലും എന്നെ അന്വേഷിച്ചില്ല. ശ്രീക്കറിയോ, എന്റെ മനസ്സിൽ രാജു മാത്രമേ ഉള്ളൂ. ഞാൻ നേരെ ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയോ? എനിക്ക് രാജുവിനോടൊപ്പം ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. ശ്രീ, രാജു എന്തിനാ ഞങ്ങളുടെ വീട് വാങ്ങിയത്? എന്തിനാ ഞങ്ങളെ ഔട്ട് ഹൗസിൽ താമസിക്കാൻ അനുവദിച്ചേ? എനിക്ക് രാജുവിനോട് മനസ്സ് തുറന്ന് സംസാരിക്കണം. ഇന്നലെ രാജുവിന്റെ കമ്പനിയാണെന്ന് അറിയാതെ ഞാൻ അവിടെ ഇന്റർവ്യൂവിന് പോയി. എന്നെ അവിടെ ജോലിക്കും എടുത്തു. പക്ഷെ ഒരു അന്യയെ പോലെ രാജു എന്നോട് പെരുമാറിയത് എനിക്കെന്ത് സങ്കടമായെന്നറിയോ? 2 വർഷമായി രാജുവിനെ ഒരു നോക്ക് കാണാനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു.